ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം കാഠ്മണ്ഡു. അപ്പോൾ ചന്ദ്രഗിരി ഹിൽസ് എന്നിട്ടൊരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബൈക്ക് ടാക്സിയിലാണ് പോകുന്നത്. കഴിഞ്ഞ വീതിയിലൂട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ടാക്സി കിട്ടാനുള്ള ടാക്സിയല്ല, ഇവിടെ ബൈക്ക് ടാക്സിയാണ് കൂടുതൽ. ബൈക്ക് ടാക്സിയാണ് എളുപ്പം, കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബൈക്ക് ടാക്സി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക, ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ അവന്മാർ മറ്റേ കട്ടിങ് എല്ലാം ചെയ്ത് അവിടെ എത്തും. നൈസാണ്, നമുക്ക് പോയേക്കാം. ഈ ചന്ദ്രഗിരി ഹിൽസ് ഞാൻ നിൽക്കുന്നത് സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 45 മിനിറ്റേ കാണിച്ചാൽ. പോയേക്കാം. ബൈക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യാത്രയില്ല കേട്ടോ, കാഠ്മണ്ഡു യാത്ര. ചന്ദ്രഗിരിയിൽ കുറച്ച് കിലോമീറ്റർ വന്നു. ഒരു മല കാണുന്നുണ്ട്. जी वो पहाड़ का नाम क्या है? हाँ हाँ, अच्छा, ठीक है. हाँ, इसका बैक साइड में है एवरेस्ट. हाँ, अच्छा, ठीक है. ഇതാണ് ചന്ദ്രഗിരി ഹിൽസിൻ്റെ കേബിൾ കാർ എൻട്രൻസ്. ടിക്കറ്റ് എടുത്തു കേട്ടോ, 1520 രൂപ ഇവിടുത്തെ കേട്ടോ, നേപ്പാളി റുപ്പി. നമ്മൾ ഇന്ത്യക്കാർക്ക്, നേപ്പാളീസിന് 958 എൻട്രൻസും. ഭംഗിയുള്ള സ്ഥലമാണ്. വിളിക്കും, ഇതാ പോന്നു. സെയിം വണ്ടി ഒറ്റയ്ക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ, നോക്കട്ടെ. ഈ ഒരു വരിയൊക്കെ ഉണ്ട്, നോക്കി നോക്കാം. മുകളിലെത്തിയിരിക്കുകയാണ്. കൊള്ളാം, നല്ല തണുപ്പുണ്ട് എൻ്റെ മുകളിൽ. മേഘങ്ങളുടെ ഇടയിൽ താഴെ കാണുന്നതാണ് നേപ്പാൾ നഗരം, കാഠ്മണ്ഡു നഗരമാണ്.
കണ്ടോ? ചന്ദ്രഗിരി ഹിൽസ് കേബിൾ കാർ. ഇവിടുന്ന് മുകളിലോട്ട് നടക്കണം എന്നാണ് പറയുന്നത്. മുകളിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. നല്ല അടിപൊളി ചായ കിട്ടുന്ന സ്ഥലമുണ്ട്. 50 കളിറുപ്പി കൊടുത്താൽ ചായ കിട്ടും. പഞ്ഞിമിഠായി. തണുപ്പുണ്ട് ചെറുതായിട്ട്. തണുപ്പ് മുകളിൽ നിന്ന് ഇങ്ങോട്ട് എത്തി നടക്കാനുണ്ട്. അയ്യോ, വഴി അങ്ങനെ കയറിപ്പോണം. മൊത്തം മേഘങ്ങളാട്ടോ. മേഘം മൂടിയൊരു സ്ഥലം. സിപ്പ് ലൈൻ ഉണ്ട്. അയ്യോ, ഇവിടെ ഓക്സിജൻ്റെ അളവ് കുറവാട്ടോ. പെട്ടെന്ന് അറിയാനുണ്ടത്, പ്രത്യേകിച്ച് കയറ്റക്കൂടി കയറി കഴിഞ്ഞിട്ട്. താക്കോലുകൾ, പൂട്ടുകൾ. ലവർ ബോയ്സ് ആൻഡ് ഗേൾസ് എഴുതിയിട്ടതാണ്. സ്കൈ സൈക്ലിംഗ് സംഭവം. നോയ്സ്. ഈ ബോർഡ് ഓർമ്മയുണ്ടോ? ആണ് നമ്മളെ ഈ ബുൾജെറ്റ് ബോയ്സിനെ എയർ കയറ്റിയ ബോർഡ്. അവരിത് വായിച്ചപ്പോൾ പൊട്ടത്തര പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എയർ കയറ്റിണ്ടായിരുന്നു എൻ്റെ ചെറുക്കന്മാരെ. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ശിവൻ്റെ അമ്പലം തോന്നുന്നുണ്ട്. ഇവിടെ ഡാൻസ് കളിക്കണ്ടായിരുന്നു. ചേട്ടനെ ഇപ്പം നിർത്തി, ഷോർട്ട് മിസ്സായി. ഇവിടെ മേഘങ്ങൾ പോകുന്നു കാണാൻ. നേരിട്ട് കാണാം കേട്ടോ. ആ, മേഘങ്ങൾ കാണുന്നുണ്ട്. ഹനുമാൻ സ്വാമീൻ്റെ ഉണ്ട്, ഗണപതി സ്വാമിയുടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത്. മഞ്ഞ് കാണാം കേട്ടോ. മഞ്ഞ് പോകുന്നത് കണ്ടു. നൈസ്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിന്ന് മൂടുന്ന് കാണാൻ. ഇവിടെ താഴെയൊക്കെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുക. ഒരു അമ്പലം കേട്ടോ. അവിടെ പ്രസാദമൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് വിഗ്രഹമൊക്കെ ഉള്ളതല്ല. അപ്പോൾ ഈ പക്ഷീനോട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന്. പക്ഷെ ഇയാളിറങ്ങി. സാർ പിടിക്കൂ. ഇവർക്ക് വെള്ളം കുടിക്കാനാട്ടോ. നല്ലുണ്ട്. നൈസ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു വ്യൂയിങ് ടവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അവിടെ ബൈനോക്കുലറൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ആ ദിശയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന്. ആ ठीक. ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം നല്ല ചൂട് ചായ. ഇതിൽ ഇവിടെ മേഘങ്ങളും മേഘക്കൂടൊക്കെയാണ്. മേഘക്കൂട് ഇടയ്ക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതായിരുന്നു ചന്ദ്രഗിരി കേബിൾ കാർ സ്റ്റേഷൻ വ്ളോഗ്. പിന്നെ നാളെ ദർബാർ സ്ക്വയറും പിന്നെ നമ്മളെ ഗോദ പടത്തിലുള്ള മറ്റേ ജഗതി ഇറങ്ങി വരുന്നൊരു സ്റ്റെപ്പൊക്കെ ഇല്ലേ, ഗൂർക്കയുടെ വേഷമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഒന്ന് കാണാൻ പോകണം. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അതെന്തൊരു ടെമ്പിളാണ്. മങ്കി ടെമ്പിൾ എന്നും പറയും. പിന്നെ വേറൊരു പ്രോപ്പർ പേരും ഉണ്ട് അതിന്. അപ്പോൾ അത് രണ്ടും നാളെ.
സീ യു, ടേക്ക് കെയർ.